PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 12/12/2024 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള 176 പേപ്പർ കോഡ് ഉള്ള 652/2023 കാറ്റഗറി കോഡുള്ള പരീക്ഷയുടെ PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് മേജർ ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് ഇൻ ടൂറിസം എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻസ്. അത് സി ആണ്. ഗ്രാൻഡ് ടൂർ, തോമസ് കുക്സ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് ടൂർ, പെയ്ഡ് ഹോളിഡേ, ഇൻവെൻഷൻ ഓഫ് ദ ജെറ്റ് എൻജിൻ. സി ആണ്. ഇനി 2, വിച്ച് റൂളർ ഈസ് ക്രെഡിറ്റഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ഏർലി ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ നോൺ ആസ് സറായിസ്. എ ആണ്. ഷെർഷാ സൂരി. 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ടൂറിസം ഇൻഡസ്ട്രി. രണ്ടാമത്തെ ഇൻടാഞ്ചിബിലിറ്റിയും പിന്നെ നാലാമത്തെ സീസണലിറ്റിയും, അതായത് ഡി ആണ് ഉത്തരം. 4, വാട്ട് ഈസ് എ പോർട്ട് ഓഫ് കോൾ ഇൻ ക്രൂയിസ് ടൂറിസം. ബി ആണ്. ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പ് ഫോർ പാസഞ്ചേഴ്സ് ടു വിസിറ്റ് എ ഡെസ്റ്റിനേഷൻ. ഇനി 5, എ ട്രഡീഷണൽ ജപ്പാനീസ് ഇൻ നോൺ ഫോർ ഇറ്റ്സ് tatami matted rooms and communal bath is called Ryogan. A ആണ്. 6, which of the following characteristics best defines a boutique hotel. D, small capacity hotels known for their unique designs and personalized experiences for guests. ഇനി അസേർഷൻ റീസണും തന്നിട്ടുണ്ട്. അതിൽ അസേർഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്, അതായത് സി ആണ് ഉത്തരം. 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് റാക്ക് റേറ്റ്. സി ആണ്. റാക്ക് റേറ്റ്സ് ആർ ടിപ്പിക്കലി ദ മാക്സിമം സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ബൈ ദ ഹോട്ടൽ. 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമ്യൂണിറ്റീസ് വാസ് എ pioneering feature of the Ritz Hotel Paris when it first opened. A, private bathrooms in each guest room. ഇനി 10, what does the term multiplier effect in tourism refer to? B, the indirect economic benefits generated from initial tourism spending. 11, examine the following statements and choose the correct one. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ കറക്റ്റുമാണ്, ആദ്യത്തെ റോങ്ങുമാണ്. 12, ഇനി 12ാമത്തെ, choose the correct statement which defines on change. A, guest has checked out but housekeeping is yet to clean and release the room. 13, bus boys are associated with which of the following department? C, food and beverage. 14, which of the following statement are correct? ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്. എ ആണ് ആൻസർ. 15, which of the following workers come under the direct supervision of a civil engineer in engineering and maintenance department. അത് കാർപ്പൻറ്ററും പ്ലംബറും. സി ആണ്. 16, which of the following statement are correct. ഇവിടെയും 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്. എ ആണ്. 17, for selection and recruitment purpose of front desk staff, human resource department makes C guidelines. 18, in case of a fire or theft or any other emergency, front office department must communicate consistently with security department. C ആണ്. 19, which of the following department carries out market surveys in a hotel. D, sales and marketing. 20, the central store is a part of which of the following department. B, purchase. ഇനി 21, ഹോട്ടൽ PMS ഈസ് യൂസ്ഡ് ഇൻ 3 തന്നത് 3ഉം ട്രൂ ആണ്. അപ്പോൾ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൽ 2ഉം കറക്റ്റാണ്. അപ്പോൾ എ ആണ് ആൻസർ. 23, മെയിൽസ് റിസീവ്ഡ് അറ്റ് ദ ഇൻഫർമേഷൻ ഡെസ്ക് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഹോട്ടൽ മെയിൽ ആൻഡ് ഗസ്റ്റ് മെയിൽ, അതായത് സി ആണ്. എയും ബിയും കറക്റ്റാണ്. 24, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ക്യാഷ് ആൻഡ് ബിൽസ് സെക്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. 2 സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്, അതായത് ബി ആണ് ആൻസർ. ഇനി 25, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 26, മോഡേൺ ടെലികോം സിസ്റ്റംസ് ആർ നെറ്റ്വർക്ക്ഡ് ഇൻ ടു വേക്കപ്പ് കോൾ സിസ്റ്റംസ്, ഫയർ അലാം സിസ്റ്റംസ്, ഓട്ടോമേറ്റഡ് ഡോർ സിസ്റ്റം. അപ്പോൾ ഡി ആണ്, എല്ലാം ശരിയാണ്. 27, ഹൂ ഈസ് ട്രഡീഷണലി ദ കീപ്പർ ഓഫ് കീസ് ഇൻ എ ഹോട്ടൽ ഫ്രം ദ ഓൾഡൻ ടൈംസ്. ബി ആണ്, കൺസിയർജ് എന്നുള്ളത്. 28, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് പേഴ്സണൽ.
ഇവിടെ തന്നതിൽ രണ്ടാമത്തെ മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് സച്ച് ആസ് അറ്റൻഡൻസ് ആൻഡ് ടൈം കീപ്പിംഗ്. പിന്നെ നാലാമത്തെ ചെക്ക് മൈസൻ സീൻ ആൻഡ് മൈസൻ പ്ലേസ്, അതായത് ബി ആണ്. ഇനി 29 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫ്രണ്ട് ഓഫീസ് മാനേജർ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് രണ്ടും കറക്റ്റാണ്, അപ്പോൾ എ ആണ് ഉത്തരം. 30 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ആർ നോട്ട് കറക്റ്റ് എമംഗ് ദ ക്വാളിറ്റീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് പേഴ്സണൽ. അത് നാലാമത്തെ സർക്കാസം എന്നുള്ളത് ബി ആണ് ഉത്തരം. ഇനി 31 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഡി സൈലൻസ്. 32 ദ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് കോംപ്ലക്സിറ്റി. ഡി ആണ്. 33 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ബി എൻഹാൻസസ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കോർഡിനേഷൻ. 34 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. എ വീഡിയോ കോൺഫറൻസ് കോൾ. 35 വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ടു സെൻഡ് ഫോർമൽ ഇൻഫർമേഷൻ ത്രൂ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ബി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. 36 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഡി പേഴ്സണാലിറ്റി. 37 ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മൂവ്സ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ എംപ്ലോയീസ് ഈസ് കോൾഡ്. സി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. 38 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എ നോയ്സ്. 39 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സി ഫേഷ്യൽ എക്സ്പ്രഷൻസ്. 40 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേഴ്സ് ഡിസ്ക്രൈബ്സ് ഫീഡ്ബാക്ക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ബി ദ റെസ്പോൺസ് ഓർ റിയാക്ഷൻ ഓഫ് ദ റിസീവർ. 41 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടിപ്പിക്കലി ഇൻക്ലൂഡഡ് ഇൻ എ പി മീൽ പ്ലാൻ. സി ഫുൾ ബോർഡ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ. 42 ദ റൂം താരിഫ് കാർഡ് ഇൻ എ ഹോട്ടൽ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. എ റൂം ടൈപ്സ് ഫെസിലിറ്റീസ് ആൻഡ് ഡെയിലി റേറ്റ്സ്. 43 റൂം താരിഫ് ഫിക്സേഷൻ ഈസ് ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എക്സെപ്റ്റ് ഡി കളർ സ്കീം ഓഫ് റൂം ഇൻറ്റീരിയേഴ്സ്. 44 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രീ അറൈവൽ സ്റ്റേജ് ഓഫ് എ ഗസ്റ്റ് സ്റ്റേ അറ്റ് എ ഹോട്ടൽ. എ ദ ഗസ്റ്റ് മേക്സ് എ റിസർവേഷൻ. 45 upon arrival at the hotel the guest is expected to be provide identification and check-in. 46 during a guest stay which of the following services is typically provided. D room cleaning, meals and concierge services. 47 the departure process of a guest in a hotel typically includes B returning keys, settling the bill and checking out. 48 which of the following is a type of hotel reservation. Direct reservation, corporate reservation, group reservation. എല്ലാം ഉണ്ട്, അപ്പോൾ ഡി ആണ്. 49 പോസ്റ്റ് ഡിപ്പാർച്ചർ ആക്ടിവിറ്റീസ് ഇൻ എ ഹോട്ടൽ ഓഫൺ ഇൻവോൾവ്. സി സെൻഡിങ് താങ്ക് യു നോട്ട്സ് ഓർ റിക്വസ്റ്റിംഗ് ഫീഡ്ബാക്ക്. 50 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ സോഴ്സ് ഓഫ് റിസർവേഷൻ ഫോർ ഹോട്ടൽസ്. ട്രാവൽ ഏജൻറ്റ്സ്, ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോംസ്, വാക്ക് ഇൻ ഗസ്റ്റ്. ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. ഇനി 51 വിച്ച് ഫോം ഈസ് യൂസ്ഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ഇൻ ഹോട്ടൽ. ഫോം സി. സി ആണ്. 52 മെൻഷൻ ദ കളർ ഓഫ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. ഡി റെഡ്. 53 വിച്ച് വിസ ഇഷ്യൂഡ് ഫോർ ലീഷർ ട്രാവൽ ഓൺലി. സി ടൂറിസ്റ്റ് വിസ. 54 സെലക്ട് ദ റോങ് വൺ ഇൻ റിലേറ്റഡ് ടു ഹാർഡ് ബൗണ്ട് രജിസ്റ്റർ യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫീസ്. ഡി ഓൺലി വൺ ഗസ്റ്റ് ക്യാൻ രജിസ്റ്റർ അറ്റ് എ ടൈം. 55 GRC മീൻസ് ബി ഗസ്റ്റ് രജിസ്ട്രേഷൻ കാർഡ്. 56 ഗസ്റ്റ് അറൈവ്സ് ഇൻ എ ഹോട്ടൽ വിത്തൗട്ട് എനി ലഗേജ് ഈസ് നെയിംഡ് ആസ് സി സ്കാൻറ്റി ബാഗേജ് ഗസ്റ്റ്. 57 ദ സെക്ഷൻ വേർ എ ഹോട്ടൽ ഗസ്റ്റ് മേക്സ് ഫസ്റ്റ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ. എ റിസപ്ഷൻ. 58 സ്നെയിൽ മെയിൽ മീൻസ് ബി ഓർഡിനറി മെയിൽ. 59 the process of locating a guest in a given area within the hotel premises. D paging. 60 at what time hotel staff makes a wake up call through telephone. D anytime. 61 who fills the departure errand card when a guest checks out of a hotel. D bellboy. 62 for dealing with foreign exchange the hotels took a valid license from RBI. 63 a card that allows customer to access their funds immediately and electronically. D debit card. 64 CVGR means A company volume guaranteed rate. 65 the world's highest value currency. C Kuwaiti dinar. 66 a cash advance made by a hotel on behalf of guest is C visitors paid out voucher. 67 name the account which consolidates charges for a group guest. B master folio. 68 calculating of outstanding amount is A opening balance plus debit entries credit entries. Debit entries minus credit entries. 69 other name of vertical tabular ledger. D visitors ledger. 70 who verified no show in a hotel. A night auditor. 71 which of the following
classes of fire is associated with flammable liquids such as gasoline, oil and paint? B. Class B. 72. In the event of a fire, which of the following actions should be taken first? C. Raise the alarm and alert others to evacuate. 73. Which of the following is most common cause of accidents in hotels? A. Slips, trips and falls. 74. When an accident occurs in a hotel, which of the following is the most important first step in reporting the incident? C. Contact the hotel management or supervisor. ഇനി 75. Which of the following items is not typically found in a standard first aid box? C. Prescription medications. 76. What is the first step in providing first aid for a person who has fainted? B. Lay the person down and elevate their legs. 77. In the event of a terrorist attack in a hotel, what is the first action hotel staff should take to ensure safety? A. Alert hotel security and contact local authorities. 78. If a hotel staff member witnesses a robbery or theft in progress, what is the most appropriate immediate action to take? B. Call the police and report the incident immediately. 79. If a hotel staff member encounters a guest in a highly intoxicated or drunken state, what is the most appropriate course of action? C. Calmly assess the situation, offer assistance and ensure the guest's safety. 80. Which of the following is a key function of a property management system in the front office of a hotel? D. Handling guest check-in and check-out processes. 81. Which of the following is the primary goal of human resource planning in an organization? B. To match the supply of labor with demand for labor. 82. Which of the following is a key focus of human resource development in an organization? C. Improving employee skills and knowledge. 83. Which of the following methods is commonly used in job analysis to collect information about the job roles? B. Observation and interviews. 84. Which of the following is a primary purpose of conducting job analysis in an organization? C. To create accurate job descriptions and specifications. 85. Which of the following is the primary objective of the recruitment process in human resource management? A. To select the best candidate for a job role. 86. Which of the following is an internal source of recruitment in human resource management? B. Employee referrals. 87. Which of the following is the first step in the selection process after receiving applications during recruitment? C. Screening and shortlisting candidates. 88. Which of the following selection methods is most commonly used to assess a candidate's suitability for a job through practical exercises or scenarios? A. Assessment centers. 89. What is the primary purpose of an employee orientation program in human resource management? B. To introduce the employee to the company's culture, policies and expectations. 90. Which of the following is the primary objective of training and development in human resource management? A. To improve employee performance and skills. 91. A computer program that acts as an intermediate between a computer user and the computer hardware is called a operating system. 92. Which memory acts as a buffer between CPU and main memory? C. Cache memory. 93. What is WYSIWYG in MS Word? A. What you see is what you get. 94. To add a slide to presentation use Ctrl+M. C. 95. Which area in Excel displays the active cell address? C. Name box. 96. LAN works on physical and data link layer. A. 97. Wi-Fi stands for wireless fidelity. A. 98. Which of the following is not a search engine? ഇവിടെ തന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ്. D. 99. BCC in email stands for A. Blind carbon copy. 100. Unfinished emails will remain in A. ഡ്രാഫ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നോക്കി നിങ്ങളുടെ മാർക്കൊക്കെ കമൻസിലിടുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.